അങ്ങനെ രോഹിത് ശർമ്മയും ക്യാപ്റ്റൻസിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചു. മുൻപ് കോഹ്ലി RCBയുടെ ക്യാപ്റ്റൻസിൽ നിന്ന് ഒഴിവായപ്പോൾ ഒരുപാട് ആരാധകർ വിഷമിച്ചിരുന്നു. അതുപോലത്തെ ഒരവസ്ഥയിലൂടെയാണ് മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ കടന്നു പോകുന്നത്. ക്യാപ്റ്റനല്ലാത്ത രോഹിത് ശർമ്മയെ ആരാധകർക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. ഇപ്പോഴിതാ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസി മാറ്റത്തെക്കുറിച്ച് RCB താരമായ കോഹ്ലി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് IPL 2024 വേണ്ടിയാണ്. ഓരോ ഫ്രാഞ്ചൈസികളും വലിയ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അതിന്റെ ആദ്യപടി എന്നോണമാണ് മുംബൈ ഇന്ത്യൻസ് പുതിയൊരു ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചത്. IPL 2024 പാണ്ഡ്യയായിരിക്കും മുംബൈയുടെ ക്യാപ്റ്റൻ. രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസ് പുറത്താക്കി. ഈ ഒരു ക്യാപ്റ്റൻസി മാറ്റത്തെക്കുറിച്ച് കോഹ്ലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: IPL കണ്ട എക്കാലത്തെയും മികച്ചൊരു ക്യാപ്റ്റൻ അത് രോഹിത് ശർമ്മയാണ്. അവൻ മുംബൈക്ക് വേണ്ടി 5 കിരീടങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട്. മുംബൈ ടീമിനെ വളർത്തിയെടുത്തത് രോഹിത് ശർമ്മയാണ്. ക്യാപ്റ്റൻ അല്ലാതെ രോഹിത് ശർമ്മയെ സങ്കല്പിക്കാൻ സാധിക്കില്ല. രോഹിത് ശർമ്മ ഇപ്പോൾ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ RCBയുടെ ക്യാപ്റ്റനാക്കിയേനെ. അത്രയ്ക്കും കഴിവ് രോഹിത് ശർമ്മയ്ക്കുണ്ട്. മുംബൈ ഇന്ത്യൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനമെടുത്തതെന്ന് വ്യക്തമല്ല. പക്ഷെ അവന് ഒരുപാട് കഴിവുണ്ട്. ക്യാപ്റ്റൻ അല്ലെങ്കിലും മുംബൈ ടീമിനെ സഹായിക്കാൻ അവന് സാധിക്കും. രോഹിത് ശർമ്മയെ പോലെ തന്നെ പാണ്ഡ്യയും മികച്ചൊരു ക്യാപ്റ്റനാണ്. ഗുജറാത്തിന് വേണ്ടി അവൻ നടത്തിയ ക്യാപ്റ്റൻസി മികച്ചതായിരുന്നു. പക്ഷേ രോഹിത് ശർമ്മയെ ഇത്രയും പെട്ടെന്ന് ഒഴിവാക്കിയത് നല്ലതല്ല. അവനൊരു 3-4 വർഷമെങ്കിലും മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ ആകുമെന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ എന്നെ പോലെ തന്നെ രോഹിത് ശർമ്മയും ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവായി. പുതിയ ക്യാപ്റ്റനായ പാണ്ഡ്യയ്ക്ക് ആശംസകൾ നേരുന്നുവെന്ന് കോഹ്ലി വ്യക്തമാക്കി. മുംബൈ ആരാധകർ നിരാശയിലാണ്. രോഹിത് ശർമ്മ ക്യാപ്റ്റൻസിൽ നിന്ന് പടിയിറങ്ങി. മുംബൈ ടീം രോഹിത് ശർമ്മയെ ഒഴിവാക്കിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പാണ്ഡ്യ വന്നപ്പോൾ രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസ് മറന്നു. രോഹിത് ശർമ്മയെ ഒഴിവാക്കിയത് നല്ലതാണോ? പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയ തീരുമാനത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.